വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്. നമ്മൾ ബിസിനസിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിസിനസിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താനുള്ള ചിന്തകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് ഒരു ബിസിനസ് വളർത്തിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. അത് നമുക്ക് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഒരു സംഭവമായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് അതിന്റെ ഞാൻ പറഞ്ഞിരുന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് 8ഓളം പ്രധാനപ്പെട്ട പോയിന്റുകൾ കടന്നുപോയാലാണ് ബിസിനസ് അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ, ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ബിസിനസ്സുകാരും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ബിസിനസ് സ്റ്റുഡൻസും ഒക്കെയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ ബിസിനസ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്ന് സ്ഥിരം പറയാറുണ്ട്. അതൊന്ന് താഴെ കമന്റായിട്ട് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് തുടങ്ങാം. ഐ ആം എ പ്രോഫിറ്റ് മേക്കർ, ഞാൻ ലാഭമുണ്ടാക്കുന്ന ഒരാളാണ് എന്ന് നിത്യവും നമ്മൾ അഫർമേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും ഈ ക്ലാസ്സിൽ, നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബിൽ, നമ്മൾ ബിസിനസിനെ പറ്റി സംസാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെയും മാനിഫെസ്റ്റേഷന്റെയും ലോ ഓഫ് അട്രാക്ഷന്റെയും മൈൻഡ് കണക്ടിവിറ്റിയുടെയും ഒക്കെ ഭാഗമായിട്ടാണ്. അത്തരം ചിന്താഗതികളിലൂടെ ആ ഒരു ആശയത്തിലാണ് നമ്മുടെ ബിസിനസ് മുഴുവൻ പോകുന്നത്. ബിക്കോസ് മൈൻഡ് എന്ത് വിചാരിക്കുന്നു, നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബിസിനസിന്റെ വളർച്ചയും അടിസ്ഥാനപരമായിട്ട് മനസ്സിന്റെ വളർച്ചയാണ് എന്നറിയുക. അതിനെപ്പറ്റി വിശദമായി മറ്റൊരു ക്ലാസ് എടുക്കാം. ഇന്ന് ഇതിന്റെ കണ്ടിന്യൂഷൻ പോവാം. അപ്പൊ മൂന്നാമത്തെ വിഷയമാണ്, പോയിന്റ് ആണ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. നോക്കൂ, ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടും പാർട്ട്നേഴ്സുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുമായിട്ടും നമ്മുടെ സപ്ലയർമാരുമായിട്ടും ഒക്കെ ഒരു നല്ല കൾട്ടിവേറ്റ് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയും. പക്ഷേ ഈ സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ബി എൻ ഇമോഷണൽ റിലേഷൻഷിപ്പ്, ഇറ്റ് ഷുഡ് ബി എൻ ബിസിനസ് റിലേഷൻഷിപ്പ് ആണ്. വ്യവസായത്തിന്റെ, കച്ചവടത്തിന്റെ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാണ് അത് പറയുന്നത് മനസ്സിലാക്കിയാൽ, ഒരു കസ്റ്റമറും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അയാൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്ത് അയാളുടെ പെയിൻ പോയിന്റിന്, അയാളുടെ എന്തിനാണ് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, അയാൾക്ക് ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് പരിഹാരമാവാനാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് അയാളുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിന് പരിഹാരമായോ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ സിറ്റുവേഷനെയാണ് അവരുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഏറ്റവും വില കുറച്ച്, നമ്മളെ വാങ്ങിക്കുന്നതിനേക്കാളും വില കുറച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യുക എന്നതല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ്. എന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ആവാതിരിക്കാനാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ബിസിനസിന്റെ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പ്രശ്നത്തിന്, എന്ത് പ്രശ്നമായിട്ടാണോ അവർ നിങ്ങളടുത്ത് വന്നത്, ആ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് നമ്മൾ അവരുമായി കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുകയും അത് സോൾവ് ആയി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിച്ചോട്ടെ. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. ഒരാൾ നിങ്ങളടുത്ത് വന്നിട്ട്, ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന ഒരാൾ നിങ്ങളടുത്ത് വന്നിട്ട് ഒരു കുക്കർ മേടിച്ചിട്ട് പോയി. ആ കുക്കർ വാങ്ങിച്ചാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വാങ്ങിച്ചു. കുക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡക്ഷൻ കുക്കറിനെ പറ്റി പറയാം. ഇൻഡക്ഷൻ കുക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അയാൾക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാനോ മറ്റോ. നിങ്ങൾ അത് വിറ്റതിന് ശേഷം എപ്പോഴെങ്കിലും ആ കസ്റ്റമറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ? ഞാൻ ഇന്ന സ്ഥാപനത്തെ വിളിക്കുന്നത്, നിങ്ങൾ നടത്തുന്നല്ല പറഞ്ഞ സ്ഥാപനത്തിനെ പറ്റി, ഞാൻ ഇന്ന സ്ഥാപനത്തെ വിളിക്കുന്നത്, നിങ്ങൾ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചിരുന്നില്ലേ, അല്ലെങ്കിൽ ഇൻഡക്ഷൻ വാങ്ങിച്ചിരുന്നില്ലേ, അതെങ്ങനെയുണ്ട്, നിങ്ങളുടെ കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ കമ്പനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുമോ കുറയുമോ? ജസ്റ്റ് ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക താഴെ. അതേപോലെ നിങ്ങൾ സാധാരണ
എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എന്ത് ബിസിനസ്, ഇപ്പോൾ നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഒരാൾ 10 കിലോ അരി മേടിച്ചിട്ട് പോയി, ഉദാഹരണം 10 കിലോ അരി മേടിച്ചപ്പോൾ അയാൾ നമ്പറൊക്കെ നമ്മൾ എൻ്റർ ചെയ്യും. ഇപ്പോൾ പുതിയ സിസ്റ്റം പ്രകാരം നമ്പറൊക്കെ എൻ്റർ ചെയ്യും അല്ലേ. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം അയാൾ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ 10 കിലോ അരി വാങ്ങിച്ചിരുന്ന ഇവിടുന്ന് അല്ലേ, ആ അരിയുടെ വേവൊക്കെ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? അല്ല, എന്തിനാണെന്നറിയോ ഞാൻ ചോദിക്കുന്നത്, വീണ്ടും നമുക്കത് വരുത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കെല്ലാം ഗുണകരമായി മാറുന്നുണ്ടെങ്കിൽ ഞാനത് വരുത്തി വെച്ചിട്ട് കാര്യമുള്ളൂ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ കസ്റ്റമർ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുമോ, അല്ല നിങ്ങളുടെ അടുത്ത് ഓടി വിളിക്കുമോ? ആൻസർ നിങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം, ഞാൻ പറയാനാണല്ലോ. അപ്പോൾ അതാണ് കസ്റ്റമറുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സാധനം സപ്ലൈ ചെയ്യുന്ന വെൻഡേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുപോലെ ആയിക്കൂടെ? അന്ന് ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് അത്ര കൊള്ളില്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ, എനിക്കത് അത്ര കണ്ടിവിടെ സെയിലായില്ല എന്നൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ വെണ്ടറുമായിട്ട്? പറ്റില്ലല്ലേ. കാരണം വെണ്ടർ, നിങ്ങൾ പറഞ്ഞ സിസ്റ്റം വെണ്ടറിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ആ സിസ്റ്റം ഒരു കംപ്ലീറ്റ് ആയിട്ട് സൈക്കിളായിട്ട് വരേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മൾ പരസ്പരം വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ ഈ ബിസിനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പറയാൻ വേണ്ടി മാത്രമാണ് പാർട്ട്ണറെ വിളിക്കുക. അപ്പോൾ പാർട്ട്ണറുടെ മനസ്സിൽ എന്താ വരിക എന്നറിയോ? ഇതെന്നും പ്രശ്നത്തിലാണല്ലോ ഈ സ്ഥാപനം നടക്കുന്നത് എന്നുള്ള തോന്നലായിരിക്കും. ഇത് മനസ്സിലാക്കുക. അപ്പോ ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ഇസ് എ വെരി ഫാക്ടർ ഇൻ ദ ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത് മനസ്സിലാക്കുക, നെറ്റ്വർക്കിംഗ് ചെയ്യണം. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് വിത്ത് ഇൻഡസ്ട്രീസ്, ഈവൻറ്റ്സ്, കോൺഫറൻസ് ആൻഡ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നെറ്റ്വർക്കിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്കുണ്ടാകുന്ന സാധ്യതകളെ കണക്കിലെടുക്കാനും അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനും അതിൽ മീറ്റപ്പുകൾ നടത്താനും ഒക്കെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ, കസ്റ്റമേഴ്സിനെ, സോഴ്സസിനെ, ഫണ്ടിങ്സിനെ ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ നെറ്റ്വർക്കിംഗ് നമ്മൾ നടത്തണം. അതുപോലെ തന്നെയാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെഫറൽ എന്ന് പറയുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് കൈൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ അവർ നൽകുന്ന റെഫറൻസുകളിലൂടെ അവരുമായിട്ടുള്ള സ്ഥിരമായ ബന്ധപ്പെടുത്തപ്പെടലിലൂടെ അടുത്ത നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ പുതിയ പുതിയ ബിസിനസ് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ബിസിനസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യം. നെറ്റ്വർക്കിംഗ്, റെഫറൻസും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി അടുത്തൊരു പോയിന്റ് കൂടി പറയാം. ഇന്നത്തെ ദിവസം 2 പോയിന്റ് വെച്ച് നമുക്ക് ഒരു ദിവസം പോകാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി ഇതിന് വേണ്ട കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോകണം. ഇത് പോയിന്റായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് അടുത്ത ദിവസം കൃത്യമായി നിങ്ങൾ മുന്നോട്ട് പോകാം. 4ാമത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ലീഡ് ജനറേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലീഡ് ജനറേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ എല്ലാ ബിസിനസ്സിലും ആവശ്യമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വലിയ ബിസിനസ്സിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, ചെറിയ തരത്തിൽ ബിസിനസ്സിൽ അപ്ലിക്കബിൾ ഒന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളിത് മനസ്സിലാക്കാത്ത കൊണ്ടാണ്. ഞാൻ പറഞ്ഞ ചെറിയൊരു ബാർബർ ഷോപ്പാണ് നടത്തുന്നതെങ്കിലും ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ബ്യൂട്ടി പാർലറാണ് നടത്തുന്നതെങ്കിലും ലീഡ് ജനറേഷൻ വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലം മാറി, പണ്ടിൽ നിന്ന് മാറി, ഇന്ന് ഒരുപാട് മാറ്റം വന്നു. നമ്മൾ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾക്കാരെ കസ്റ്റമർ കിട്ടണമെങ്കിൽ ആ ബ്യൂട്ടി ചെയ്യുന്ന, മേക്കപ്പ് ചെയ്യുന്നതും മറ്റുമായുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടേണ്ട കാലമാണ്. അതാണ് ലീഡ് ജനറേഷൻ. സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഒരു പപ്പടം വിൽക്കുന്ന പപ്പടം ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഒരു പപ്പടം ഉണ്ടാക്കുന്നതും ആ പപ്പടം ഉണ്ടാക്കുമ്പോൾ അത് പപ്പടം എണ്ണയിൽ തിളപ്പിക്കും പൊരിപൊരിയായിട്ട് വരുന്നതുമുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ പ്രവാഹമായിരിക്കും ആ ബിസിനസ്സിലേക്ക് എന്നറിയുക. ഇത് കൃത്യമായി പ്ലാൻ ചെയ്തെടുത്താൽ ലീഡ് ജനറേഷൻ വളരെ കൃത്യമാണ്. അപ്പൊ ഐഡന്റിഫൈ അട്രാക്ട് ലീഡ്സ് എന്ന് പറയുന്നത് യൂട്ടിലൈസിങ് വേരിയസ് സോഴ്സസ് ലൈക്ക് ഇൻഡസ്ട്രീസ്, ഡാറ്റാബേസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ടു ജനറേറ്റ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ ലീഡ്സ് എന്ന് പറയും. അതായത് നമ്മൾക്ക് സാധ്യതകളെ കണ്ടെത്താനായിട്ട് നമ്മൾ ഇതുപോലുള്ള സാധ്യതകൾ കണ്ടെത്താനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക തന്നെ വേണം. വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഒരുപാട് ഹെൽപ്പിംഗ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിങ്ങളെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അങ്ങനെ പോകുന്നതുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ലീഡ് ക്വാളിഫിക്കേഷൻ, നല്ല ലീഡ്സുകളെ തിരഞ്ഞെടുക്കാനും എല്ലാത്തിനെയും അതുപോലെ ഫോളോ ചെയ്യാതെ അതിൽ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് പോകുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ ഡീറ്റെയിൽസ് ആയി പഠിച്ചെടുക്കേണ്ട വിഷയമാണ്. എങ്കിലും മുമ്പോട്ട് പോകുക ഇതുമായി ബന്ധപ്പെട്ട് എന്ന് മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിൽ പഠിപ്പിച്ചത്. ഇത് മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഗോ ഫർദർ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊടുത്തിന് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.